എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ആലപ്പുഴയിലുള്ള ചേർത്തലയിലുള്ള ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. പെരുന്നാൾ അനുബന്ധിച്ച് കുറേയേറെ കളക്ഷൻസാണ് നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ വേണ്ടിയിട്ടുള്ളത്. സോ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സ്വർണത്തിൻ്റെ വില കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നല്ലൊരു കളക്ഷനോട് കൂടിയിട്ടുള്ള ഒരു സെറ്റ് കണ്ടാലോ, വെഡ്ഡിങ് സെറ്റ്. സോ നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മളുടെ അനീഷ് ചേട്ടനാണ് നമ്മളുടെ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ കാണാം. 2 പവനിലാണ് ഈ ഒരു സെറ്റ് വരുന്നത്. മൊത്തം 2 പവനേ വരുന്നുള്ളൂ. ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ 2.5 പവനാണ്. 2.5 പവനിൽ അത്യാവശ്യം കാണുമ്പോഴൊക്കെ ഒരു നല്ലൊരു ഷോമാല, അതിനകത്തൊരു ലോക്കറ്റ് 10 ഗ്രാമേ ഉള്ളൂ കേട്ടോ. 1.25 പവനേ വരുന്നുള്ളൂ. പിന്നെ ഇതാ 4 ഗ്രാമിൻ്റെ ഒരു നെക്ലേസ് ആണ്. 4 ഗ്രാമിൻ്റെ, അതായത് 1/2 പവൻ്റെ. അതുപോലെ തന്നെ 1/2 പവൻ്റെ മുല്ലമൊട്ടുമാല. അങ്ങനെ എല്ലാം കൂടി വരുമ്പോഴത്തേക്കാണ് 2.5 പവൻ വരുന്നത് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്? അതിന്റെ ഡീറ്റെയിൽസ് സാധാരണ ഒരു ഷോമാല, അതിൽ ഒരു കളിയൂഞ്ഞാല വരുന്നത്. ഇത് വരുന്നത് 12 ഗ്രാം. അതെ അതെ, ഇത് 12 പോയിന്റ് പിന്നെ പ്ലസ് 4 കൂടി വരുമ്പോൾ 16 വരുന്നത്. 1.5 പവനും 1/2 പവനും 16 ഗ്രാം, 2 പവൻ. അങ്ങനെയാണ് ഇത് 2.5 പവൻ വരുന്നത്. സോ നമ്മളിപ്പോൾ 2 വെഡ്ഡിങ് സെറ്റ് കണ്ടു കഴിഞ്ഞല്ലേ, ഒന്ന് 2 പവനിലും ഒന്ന് 2.5 പവനിലും. സോ എന്തായാലും നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ബാക്കി പവൻ എത്ര പവനാണ് വരുന്നത്, എത്രയാണ് കളക്ഷനൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പം ഇത് വരുന്നത് 3 പവനിൽ വരുന്ന 2.5 പവൻ കഴിയുമ്പോൾ പിന്നെ ഉള്ളത് 3 പവനാണ്. ഏറ്റവും താഴെ വരുന്നത് 10 ഗ്രാം, അതായത് 1.25 പവൻ. 1.25 പവൻ വരുന്നുണ്ട്, 3/4 പവൻ വരുന്നുണ്ട്, അടുത്തൊരു 3/4 പവനും കൂടി. ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്ന ഓർണമെന്റ്സ് ആണ്? കേരള അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം കേരള സ്റ്റൈലിലുള്ള. അതെ, എല്ലാം കേരള സ്റ്റൈലിലുള്ള. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ചൂസ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. കുറേ പേരുടെ ഒരു സംശയം ഉണ്ടാവും ചിലപ്പം, നമ്മൾ ഇതൊക്കെ ഒരു സെറ്റായിട്ട് ഇങ്ങനെ കൊടുക്കുള്ളൂ. ഒന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം. ഇപ്പോൾ കാശുമാല ഇഷ്ടപ്പെട്ടു, ഇതിനകത്ത് ഇപ്പം ഉള്ളത് ഒരു നെക്ലേസ് ഉണ്ട്, അത് 1.25 പവനാണ് വരുന്നത്, 10 ഗ്രാം വരുന്നത്. 6 ഗ്രാമിൻ്റെ കാശുമാല വേണം, എനിക്ക് 6 ഗ്രാമിൻ്റെ കാശുമാല മാത്രം മതി, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോന്ന് ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അവർക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. അങ്ങനെയാണ് നമ്മൾ വരുന്നത്. പിന്നെ വരുന്നത് 4 പവൻ്റെ സെറ്റ് വരുന്നുണ്ട്. 4 പവൻ്റെയും ഇതേപോലെ തന്നെ ഒരു ഏറ്റവും താഴെ വരുന്നത് 14, പിന്നെ 1.25, അതിനുശേഷം വീണ്ടും വരുന്നത് 1 പവൻ്റെ ഒരു ചോക്കർ പോലത്തെ ഒരു ഏറ്റവും മുകളിൽ വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ 4 പവനാണ് വരുന്നത്. ഇനി ഇതിനകത്ത് വേറെ ഏതെങ്കിലും ചെറിയ ഐറ്റം ഇതിനകത്തോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. ഇപ്പം ഞങ്ങളുടെയൊക്കെ സാധാരണ നമ്മൾ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇന്ന ഐറ്റം എനിക്ക് കിട്ടി, എനിക്ക് ആ ഐറ്റത്തിൽ കുറേശ്ശെ വേറെ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, നമ്മുടെ ഈ വീഡിയോസ് എന്തെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുന്നവരുണ്ട്. അങ്ങനെയും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതെ, അപ്പം നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ സെറ്റ് ആണെങ്കിൽ അങ്ങനെയായിട്ടല്ല മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ജ്വല്ലറി ആണെന്ന് വെച്ചാൽ അത് മാറ്റി വെച്ചിട്ട് ആ ഒരു എത്രയാണോ നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റ്, എത്ര പവനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് തരും. ഇനി നിങ്ങൾക്ക് പണിയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. അതിപ്പം അതിന്റെ അവർ വിളിച്ച് നമുക്കൊരു വാട്സാപ്പിൽ ഫോട്ടോ ഇട്ട് തന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് 5 പവന്റെ സെറ്റാണ്. ഇതെല്ലാം പെട്ടെന്ന് നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് വന്നപ്പോൾ പെട്ടെന്ന് എടുത്ത് വെച്ചതാണ്. ഇതല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, വേറെ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ വേറെ ഐറ്റം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ അവിടെയൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ. അപ്പം ഇവിടെയൊക്കെ നമുക്ക് വേറെ ഐറ്റം വേണമെങ്കിൽ, നമ്മളിപ്പോൾ മേഡം ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്ത് സെറ്റ് ചെയ്ത് തന്നതാണ്. ആക്ച്വലി നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ചോയ്സിന് പറ്റുന്ന രീതിയിലുള്ള ആഭരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ വരുമ്പോൾ അതൊക്കെ ചോദിച്ചറിഞ്ഞ് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു സെറ്റ് നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റിൽ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ 5 പവന്റെ സെറ്റാണ്. ഓരോന്നും ഏറ്റവും താഴെ വരുന്ന ലെയർ മാല എന്ന് പറയുന്നത് 1.5 പവനേ വരുന്നുള്ളൂ. 1.5 പവനേ ഉള്ളൂ അല്ലേ? അതെ, അത്രയും വലിപ്പവും വരുന്നുണ്ട്, 1.5 പവനേ വരുന്നുള്ളൂ. ശരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും പൊലിമയിൽ ഇത്രയും ഒരു കുറഞ്ഞ പവൻ ആ ഒരു ഗ്രാമിലൊക്കെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റെയറാണ്. നല്ല രസമാണ് കാണാൻ അല്ലേ? അതുപോലെ മുല്ലമുട്ടുമാല 3/4 പവന്റെ അല്ല 16 ഗ്രാം 2 പവന്റെ ആണ് മുല്ലമുട്ടുമാല വരുന്നത്. പിന്നെ 10 ഗ്രാം 1.25 പവന്റെ ഒരു ട്രഡീഷണൽ. അതെ,
ഒരു പാലക്കയാണ് വന്നേക്കുന്നത്. അതെ, പാലക്കമാല 1.25 പവനാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതെ, 10 ഗ്രാമിലാണ് വരുന്നത്. പിന്നെ ഇത് ഒരു 6 ഗ്രാമിൻ്റെ ഒരു ചോക്കർ ടൈപ്പിലുള്ള ഏറ്റവും മുകളിൽ ഇടാൻ പറ്റുന്നത്. അതിപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. ഇനിയിപ്പോൾ കുവൈറ്റി ആയിട്ടുള്ള മോഡൽ, ഏറ്റവും ചോക്കറായിട്ടുള്ള ഇങ്ങനെയുള്ളത് വേണം, കുവൈറ്റി ആയിട്ടുള്ള മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെയിറ്റ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളിപ്പം ഇപ്പം ഈ മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറഞ്ഞതൊക്കെ ഉണ്ടാവും. ഇനി വെയിറ്റ് കൂടിയത് ഉണ്ടാവണം, കുവൈറ്റി ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കുവൈറ്റിയുടെ മോഡലുണ്ട്. ഇതിപ്പം ഇത് തന്നെ 2.5 പവൻ വരുന്നുണ്ട്. ഈ ഒരു ഐറ്റം മാത്രം 2.5 പവൻ വരും. പക്ഷേ ഇങ്ങനെയുള്ള കുറേ പേര് അങ്ങനെ ചൂസ് ചെയ്യുന്നവരും ഉണ്ട്. ഇന്നത്തെ ഹാപ്പി ഗോൾഡ് പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ കളക്ഷൻസ് നമ്മൾ ഇവിടെ കണ്ടല്ലേ. സോ എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരുന്നു. സോ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. ബൈ.